എന്നുള്ളതാണ്. അതായത് NDAയിൽ JDUവും BJPയും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പോവുകയാണ്. 101 സീറ്റിലാണ് JDU മത്സരിച്ചത്, BJPയും 101 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഈക്വൽ 25-24. അതേസമയം മറുവശത്ത് 30 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന MGBയുടെ കാര്യത്തിൽ RJD തന്നെയാണ് അല്ലെ, RJDയുടെ ഒറ്റക്കരുത്തിലാണ് പോകുന്നത്. 11 സീറ്റുകളുടെ ഗെയിനാണ് ഇപ്പോൾ NDAക്ക് കിട്ടിയിരിക്കുന്നത്. മറുവശത്ത് നോക്കൂ, RJD 21 സീറ്റ്, കോൺഗ്രസ് 6 സീറ്റ്, ML 2 സീറ്റ്, CPM 1 സീറ്റ്, CPI 1 സീറ്റ് എന്നുള്ളതാണ്. ഇവിടെ RJD 143 സീറ്റുകളിൽ മത്സരിച്ച RJD 21 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 62 സീറ്റുകളിൽ മത്സരിച്ച് 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ML 2 കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം തന്നെ അവർ ആവർത്തിക്കുന്നു. CPMഉം CPIയും ഓരോ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 31 ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട്. 60 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തവണത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ ഈ ജൻസുരാജ് പാർട്ടിക്ക് 2 സ്ഥലത്ത് ലീഡ് ഉറപ്പിക്കാൻ കഴിയുന്നത്, അവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി തന്നെയാണ്. തുടക്ക സമയത്ത് ജൻസുരാജ് പാർട്ടിക്ക് 2 സ്ഥലത്ത് ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. കൗണ്ടിംഗ് തുടങ്ങിയ ശേഷമുള്ള ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. തേജസ്വി യാദവിന്റേതാണ് പ്രതികരണം. ബീഹാറിൽ മാറ്റം വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഈ ആദ്യ സമയത്ത് ട്രെൻഡ് പൂർണ്ണമായും മഹാഗഡ്ബന്ധിനെതിരായിരിക്കുമ്പോഴും തേജസ്വി ആത്മവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോട് പ്രതികരിക്കുന്നു. മാറ്റം വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരട്ടിയായിട്ടുണ്ട് NDA സഖ്യത്തിന്റെ ലീഡ്, ഇരട്ടിയായി. അതായത് 31-60 എന്ന രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ തേജസ്വിക്ക് ഇത് പറയാൻ കഴിയുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വിവരം ലഭിക്കുമ്പോൾ ജിലേബികൾക്കുള്ള കൂടി ലഡുവിനോടൊപ്പം നടത്തി എന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പൊ പാറ്റ്നയിൽ നിന്ന് വരുന്നത്. ജിലേബി